ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പുതിയ ഐറ്റംസ് കിച്ചണിലോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുറച്ച് പ്രോഡക്റ്റ്സ് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും റമളാൻ്റെയും ഒക്കെ തിരക്കിലാണെന്ന് അറിയാം. അപ്പോൾ ഞാനും ആ ഒരു തിരക്കിൽ തന്നെയായിരുന്നു. അപ്പോൾ അധികം വീഡിയോസൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ സെറാമിക് ഐറ്റംസിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതിൽ ഏകദേശം 36 സെറാമിക് പ്രോഡക്റ്റ്സ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്കും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും കമൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഈ ബിസ്ക്കറ്റ് ആൻഡ് സ്നാക്സിൻ്റെ കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് സെറ്റായിട്ടല്ല. ഇത് നമ്മുടെ വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മിക്ക സിറ്റീസിലും വെസ്റ്റ് സൈഡ് ഷോപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ വെസ്റ്റ് സൈഡ് ഹോം എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആ ഷോപ്പിൽ തന്നെ ഒരു സൈഡിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വെസ്റ്റ് സൈഡിൻ്റെ സ്റ്റോറിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചത്. പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് വാങ്ങിക്കാനാണെങ്കിലും അവൈലബിൾ ആയിരിക്കും കേട്ടോ. ടാറ്റ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ കണ്ടെയ്നർ. അപ്പോൾ ഇതിനകത്ത് സ്നാക്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഒരെണ്ണത്തിന് 499 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഇത് സെറാമിക് ആണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുൻപത്തെ വീഡിയോസിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെറ്റലാണ്, സെറാമിക് അല്ല കേട്ടോ. അപ്പോൾ രണ്ടും സിമിലർ ആണ്, ഒരേ കപ്പാസിറ്റിയാണ്. ഒന്നിൽ ബിസ്ക്കറ്റിനും ഒന്നിൽ സ്നാക്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. രണ്ടിൻ്റെയും ലിഡ് വരുന്നത് വുഡനാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക. ഫുഡ് സേഫാണ്. പിന്നെ ഹാൻഡ് വാഷ് ആൻഡ് എയർ ഡ്രൈ. പിന്നെ സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ, മെറ്റലായതുകൊണ്ട്. പിന്നെ എയർ ടൈറ്റാണ്. അപ്പോൾ എയർ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവർ ഇതുപോലെ വാഷർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ജാറുകളാണ് കേട്ടോ ഇവരുടെ എല്ലാം. പിന്നെ എല്ലാം യുണീക്കായിട്ടുള്ള മോഡൽസാണ് ഇവരുടെ ഇറങ്ങുന്നതെല്ലാം. ഇപ്പോൾ ഒരു സീസണിൽ ചിലപ്പോൾ ഇവരുടെ ഒരേ ടൈപ്പ് കണ്ടെയ്നേഴ്സ് ആയിരിക്കും എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ മോഡലായിരിക്കും ഇറക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സെയിം സാധനം തന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഓരോന്നിനും 499 റുപ്പീസാണ്. ഇനി അടുത്തത് ഈ ബോട്ടിൽസാണ് ഞാൻ വാങ്ങിച്ചത്. വെസ്റ്റ് സൈഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇതിൽ കൊറിയാണ്ടർ, ചില്ലി, ടർമറിക് എന്ന് എഴുതിയിട്ടുള്ള ബോക്സസാണ്. അപ്പോൾ ഇത് 3 ഒരു സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിട്ട് വയ്ക്കാനുള്ള കണ്ടെയ്നേഴ്സാണ്. ഇത് മെറ്റലായതുകൊണ്ട് തന്നെ പൊടികളിട്ട് കഴിഞ്ഞാൽ കറ പിടിക്കും. പിന്നെ ഏറ്റവും നല്ലത് പൊടികളിടാൻ സെറാമിക്കോ അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സോ ആണ് കേട്ടോ മെറ്റലിനേക്കാളും. അപ്പോൾ 3 കളേഴ്സിലാണ് വരുന്നത്. ഇങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില്ലി, ടർമറിക്, കൊറിയാണ്ടർ, അങ്ങനെയുള്ള കുറേ പിക്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെസ്റ്റ് സൈഡ് ഹോം എന്ന് ഇവരുടെ എല്ലാ പ്രോഡക്ട്സിലും എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ ലിഡ് വരുന്നത് 3 സോളിഡ് കളേഴ്സാണ്. അപ്പോൾ ഞാൻ കൊറിയാണ്ടർ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവരുടെ എല്ലാ മെറ്റൽ കണ്ടെയ്നേഴ്സിനും ഒരേ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുമ്പത്തെ പ്രോഡക്റ്റിന് കാണിച്ചതുപോലെ സ്ക്രബ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് വാഷർ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എയർ ടൈറ്റ് ആണ് കേട്ടോ. അടുത്തത് ഇതുപോലത്തെ ചില്ലി കണ്ടെയ്നറാണ്. ഇതൊരു പീച്ച് കളറിലാണ് വരുന്നത്. ഇതിൽ ഞാൻ മുളകാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ, എല്ലാത്തിലും ഒരേ ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ടർമറിക്കാണ്. ടർമറിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കറ പിടിക്കും. ഞാനതിൽ പരിപ്പാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. യെല്ലോ മാച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ 3 കണ്ടെയ്നേഴ്സാണുള്ളത്. അപ്പോൾ ഈ 3 കണ്ടെയ്നേഴ്സിനും കൂടെ 799 റുപ്പീസാണ് കേട്ടോ ആയത്. അപ്പോൾ ഞാനിത് മസാല കൗണ്ടറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് കാണിക്കുന്നത് ഈ ട്രേ ആണ് കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ട്രേ ആണ്. ഇതിൻ്റെ പാറ്റേണും ഇതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഞാൻ കണ്ടിട്ടുള്ളത് നെസ്റ്റേഷ്യയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഉണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കാം. ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന സെയിം പാറ്റേണും കളർ കോമ്പിനേഷനും ഒക്കെയാണ്, പക്ഷേ ക്വാളിറ്റി വൈസ് ഡിഫറൻസ് ഉണ്ടാവും. മറ്റേത് നല്ല ക്വാളിറ്റി ആയിരിക്കും, ഇത് കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും. ഇതിൻ്റെ പ്രൈസാണ് ഭയങ്കര അട്രാക്റ്റീവ്. ഇതിന് 99 റുപ്പീസേ ഉള്ളൂ കേട്ടോ ഈ ട്രേക്ക്. നെസ്റ്റേഷ്യയിൽ ചിലപ്പോൾ 1000 എബവ് ആയിരിക്കും. ഞാനതിൻ്റെ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടൊക്കെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഓയിൽ ബോട്ടിൽസ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതെന്തായാലും നല്ല വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ക്രീമും സാധനങ്ങളൊക്കെയാണ് ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രേയും ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 129 അത്രയോ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് കാണിക്കുന്നത് ഇതുപോലെ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ പറ്റിയ കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ അരി, ഗോതമ്പ് പൊടി അങ്ങനെ നമ്മൾ കുറച്ച് അധികം വാങ്ങിക്കുന്ന സാധനങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കണ്ടെയ്നറിലാണ് ഇട്ട് വയ്ക്കുന്നതെന്ന്. അപ്പോൾ ഈ ടൈപ്പ് കണ്ടെയ്നേഴ്സിലാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതുപോലത്തെ 4 ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 4 ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. സെയിം മോഡൽ നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അരിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 5.5 ലിറ്റേഴ്സ് ആണ് കേട്ടോ. നമ്മളിവിടെ വാങ്ങിക്കുന്ന മിക്ക സാധനങ്ങളും മാക്സിമം 5 kg ആണ് വാങ്ങിക്കുന്നത്. അതിന് കൂടുതലൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ അരിയാണെങ്കിലും പച്ചരി, ദോശ അരി, പിന്നെ ഗോതമ്പ് പൊടി, അരിപ്പൊടി ഇതൊക്കെയാണ് ഞാനിതിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ 5 kgൻ്റെ ഉള്ളിലേ നമ്മൾ വാങ്ങിക്കാറുള്ളൂ. നമ്മളിവിടെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് ഒരു മന്തിൽ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചത് 149 റുപ്പീസിനാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു റേറ്റിൽ തന്നെ ഓൺലൈനിലും അവൈലബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ സെയിം ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് വാങ്ങിക്കുന്നത് നമുക്ക് കുറേ സ്പേസ് ലാഭിക്കാനായിട്ട് നല്ലതാണ്. റൗണ്ട് കണ്ടെയ്നേഴ്സിനേക്കാളും ഏറ്റവും നല്ലത് ഇതുപോലെ സ്ക്വയർ ബേസ് വരുന്ന കണ്ടെയ്നേഴ്സ് തന്നെയാണ് കേട്ടോ. നമുക്ക് സ്പേസ് ലാഭിക്കാനായിട്ട് അതായിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു മിഡിലിരിക്കുന്ന ബിസ്ക്കറ്റ് കണ്ടെയ്നേഴ്സ് ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവർ ഓരോ ടൈമിൽ ഓരോ മോഡൽ കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇറക്കുക. അപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു ക്രീമും വുഡനും ആയിട്ടുള്ള കോമ്പിനേഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊന്നും അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ ഞാൻ നോക്കിയ സമയത്ത് ഈ ബിസ്ക്കറ്റ് കണ്ടെയ്നേഴ്സിൻ്റെ സിമിലർ മോഡലായിട്ടുള്ളത് അജിയോ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ ആവശ്യമുള്ളവർക്ക്. അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഡെക്കോർ ഐറ്റമാണ്. ഇത് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇതിനകത്ത് ഇതുപോലെ 3 സെറാമിക് പോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ, പാലക്കാടുള്ള. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എന്തായാലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് വെക്കുന്നുള്ളൂ. ഒറിജിനൽ പ്ലാന്റ്സ് ഒന്നും ഞാൻ വെച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് എനിക്ക് 499 റുപ്പീസാണ് കേട്ടോ. ഇത് ഞാൻ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെക്കാനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോയിൽ. നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.